ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചധികം ദിവസമായി BJP യുവമോർച്ച പ്രവർത്തകർ സംഘർഷം ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് പാലക്കാട് BJP നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ പോലീസ് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നു, പിന്നോട്ട് പോകുന്നില്ല, ജലപീരങ്കി പ്രയോഗിച്ചുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. നമുക്കിപ്പോൾ ശ്രീകുമാരൻ പാലക്കാട് വിവരങ്ങളുമായി ചെന്നു. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ പ്രതിഷേധത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് മണ്ഡലത്തിലെത്താത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് BJP പ്രവർത്തകർ ഇപ്പോൾ പാലക്കാട് പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല രീതിയിൽ സംസ്ഥാനത്തിന്റെ പലയിടത്ത് BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. സുജിത്ത്, മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണോ? എന്താണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവം? അറസ്റ്റ് നീക്കാനുള്ള ശ്രമം പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തൽസ്ഥിതി എന്താണ്? ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ശ്രമം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെയും കൊണ്ടുപോകുന്ന വാഹനം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. പോലീസിന്റെ വാഹനം പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പൂർണ്ണമായ പോലീസ് വാഹനം തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വാഹനം ഇതുവരെ ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഈ സംഘർഷത്തിലാണ് ജലപീരങ്കി പോലീസ് വീണ്ടും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രവർത്തകരെ മാറ്റാൻ കഴിയുന്നില്ല. വീണ്ടും ആ വാഹനം, പോലീസ് വാഹനം പ്രവർത്തകർ തടയുകയാണ്. ഇവിടെ നിന്ന് MLA ഓഫീസ് പരിസരത്ത് നിന്ന് പ്രവർത്തകരെയും കൊണ്ടുപോകുന്ന ഈ വാഹനം തടഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രവർത്തകരെ മാറ്റില്ല. വാഹനം പോലീസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ടെടുക്കുന്ന ഒരു സാഹചര്യം, ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വലിയ തോതിൽ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് വല്ലാത്ത വലിയ തോതിലുള്ള പ്രവർത്തകരുടെ ഒരു ബാഹുല്യം അനുഭവപ്പെടുന്നുണ്ട്. കാരണം മുഴുവൻ പ്രവർത്തകരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. കാരണം പ്രധാനമായും പൂർണ്ണമായി പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ റോഡിലേക്ക് വാഹനം ഇറക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതിഷേധം BJPക്കാർ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകരെ പോലീസ് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. വീണ്ടും പോലീസ് പ്രവർത്തകരെ ആ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം, മാധ്യമപ്രവർത്തകരടക്കം വലിയ സംഘം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. BJP പ്രവർത്തകർ ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ കൂടുതൽ പോലീസ് സന്നാഹം എത്തി MSPയിൽ നിന്നടക്കം പോലീസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ അടക്കം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ അടക്കമാണ് ഇവിടുന്ന് റോഡിലൂടെ ജില്ലാ സംസ്ഥാന നേതാക്കളെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം. BJPയുടെ C കൃഷ്ണകുമാറുമായി നേരിട്ട് പോലീസ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. C കൃഷ്ണകുമാറുമായി പോലീസ് നേരിട്ട് ഏറ്റുമുട്ടുന്നു. പോലീസ് ഒരുപക്ഷെ ലാത്തി വീശാനുള്ള സാധ്യത ഇതിനകം തന്നെ കാണുന്നുണ്ട്. പോലീസ് ലാത്തി വീശാനുള്ള സാധ്യത, കാരണം കൂടുതൽ പോലീസ് ഈ മേഖലയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. പക്ഷേ ലാത്തി വീശും എന്ന മുന്നറിയിപ്പ് പോലീസ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്ന് മാറ്റാൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. വീണ്ടും സംഘർഷം ആ മേഖലയിൽ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറുമായാണ് പോലീസ് സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. ഇത് കൂടാതെ BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുകയാണ്. വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. BJPയുടെ പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞതാണ് ഏറ്റവും വലിയ പ്രകോപനത്തിന് കാരണമായത്. ഇത് പ്രധാന പാതയിലേക്ക് വാഹനം എത്തുകയാണ്. അവിടെ പ്രവർത്തകർ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ കുത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ആ മേഖലയിൽ വാഹനം തടയുന്ന ഒരു സാഹചര്യം, പ്രധാനപ്പെട്ട പാതയിൽ നിന്ന് പ്രവർത്തകർ വാഹനം തടയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തും സംഭവിക്കാം. വാഹനം റോഡിലേക്ക് എടുത്ത പോലീസ് ഒരു മേഖലയിലൂടെ മാറ്റിയിരിക്കുകയാണ്. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. BJPയുടെ വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ
പോലീസ് ശ്രമകരമായി പ്രവർത്തകരെ കൊണ്ടുള്ള ആ വാഹനം, അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുള്ള വാഹനം കൊണ്ട് പോയിട്ടുണ്ട്. BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി പോലീസ് നടപടിയെ തടയുകയായിരുന്നു. അല്ല, ഇവിടെ സമാധാനപരമായ പ്രതിഷേധത്തിനിടയ്ക്ക് പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് നീക്കം. ഇത്തരത്തിൽ BJPയുടെ പ്രവർത്തകരെ അടിച്ചമർത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇനിയും ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒരു സമാധാനപരമായ പ്രതിഷേധത്തെ പോലീസ് മറ്റു ജില്ലകളിൽ നിന്ന് പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ നെയിം ബോർഡ് നെയ് സ്ലിപ്പ് ഒന്നുമില്ല അതിനകത്ത് അവരുടെ ഇത്തരത്തിൽ ഗുണ്ടകളെ പോലെ പെരുമാറാണ് നീക്കുന്നുണ്ടെങ്കിൽ ശക്തമായി തന്നെ തെരുവിൽ ഞങ്ങൾ നേരിടും. ഇത്തരത്തിൽ ഗുണ്ടകളുടെ സമീപനമാണ് പോലീസ് എടുക്കുന്നതെങ്കിൽ തെരുവിൽ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരമാണ്. ഒരു സമരത്തിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് BJPയുടെ പ്രതിഷേധമായിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനം തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. നിലവിൽ അവിടെ സ്ഥിതി ശാന്തമായിട്ടുണ്ട്.